ക്രിസ്മസിൻ്റെ അന്ന് രാവിലെ ഒരു 9:30 ആയപ്പോഴാണ് ഒരു ബോധോദയം, നമുക്ക് എന്തായാലും ഒന്ന് പോണ്ടി വരെ പോയാലോ ഒന്ന്. അങ്ങനെ ഞങ്ങൾ അടുത്ത ട്രെയിൻ 11:15 അതിന് കയറി പോണ്ടിയിലെത്തി. എന്നിട്ട് ഒരു ബസ് കയറി പ്രൊവിഡൻസ് മാളിൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് KFCയിലോട്ടാണ് നേരെ വിട്ടടിച്ചത്. അവിടുന്ന് ആദ്യമേ ഒരു ക്യാപ്പിച്ചിനോ, അത് കഴിഞ്ഞിട്ടൊരു ഐസ്ഡ് കോഫിയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ചിക്കൻ മീഡിയം പോപ്കോൺ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ആദ്യം വന്നത് കോഫി ആയിരുന്നേ. അങ്ങനെ ഐസ്ഡ് അമേരിക്കാനോ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇരുന്നത് കേട്ടോ. ഇതിലും ഭേദം എൻ്റെ കോൾഡ് കോഫിയാണെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ ടേസ്റ്റിനനുസരിച്ച് എന്തായാലും അവരുണ്ടാക്കി തരത്തില്ലല്ലോ. പിന്നെ ഞാൻ ഈ കോഫി ഉണ്ടാക്കുമ്പോഴെന്ന് വെച്ചാൽ മധുരം കുറച്ച് കൂട്ടിയിട്ടിട്ട് ആ കോഫിയുടെ ഫ്ലേവർ കുറച്ച് കിട്ടത്തക്ക രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് മധുരമൊക്കെ ഇട്ടിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടും എനിക്കങ്ങോട്ട് ഇഷ്ടമായില്ല കേട്ടോ. ഈ കോഫി ഇഷ്ടമല്ലാത്ത ഞാൻ എന്തിനീ അമേരിക്കാനോ ഓർഡർ ചെയ്തതെന്ന് എനിക്കറിയില്ല. ലാസ്റ്റ് പിന്നെ ഈ ചിക്കൻ പോപ്കോൺ കഴിച്ചാണ് ഞാൻ ആ കോഫിയുടെ ടേസ്റ്റൊക്കെ ഒന്ന് മാറ്റിയത് തന്നെ. ഐസ്ഡ് കോഫി അതേ കൂട്ടിരിപ്പുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ പിന്നെ ഈ മാളൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിയതാണ്. ഇവിടുത്തെ ഡെക്കറേഷൻസ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി. സാധാരണ ഈ ക്രിസ്മസ് ട്രീയുടെയൊക്കെ ഫ്രണ്ടിൽ നിന്ന് ഞാൻ ഫോട്ടോ എടുക്കാറുള്ളതാണ്. ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് ട്രീ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. അതുകൊണ്ട് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനൊന്നും നിന്നില്ല. പിന്നെ ഞങ്ങൾ നേരെ മുകളിലോട്ട് പോയി. അവിടെ ഫുഡ് കോർട്ടിൽ പോയിട്ടാണ് ഞങ്ങൾ സാധാരണ ഫുഡ് കഴിക്കാറുള്ളത്. പക്ഷേ ഇവിടെ നല്ല തിരക്കായതുകൊണ്ട് പിന്നെ അവിടുന്ന് ഞങ്ങൾ തൊട്ടടുത്തുള്ള മക്ഡൊണാൾഡ്സിലേക്കാണ് വിട്ടടിച്ചത്. അവിടെയും സീറ്റൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഫുഡൊക്കെ ഓർഡർ കൊടുത്തതിന് ശേഷം ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തു. അങ്ങനെ ഒരു സീറ്റ് കാലിയായ സമയത്ത് അവിടെ പോയിരുന്നു. അവിടെയും കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ബർഗർ, ഫ്രഞ്ച് ഫ്രൈസ്, ചിക്കൻ വിങ്സ്, സ്പ്രൈറ്റ്. KFCയിൽ നിന്ന് ഇറങ്ങി 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ മക്ഡൊണാൾഡ്സിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നേരം ഓർഡർ ചെയ്ത് ആയതുകൊണ്ട് തന്നെ ഇത്രയാണ് ഓർഡർ ചെയ്തിരുന്നത്. 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് നമുക്ക് സാധനമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്നാലും അധികം വിശപ്പൊന്നും ഇല്ലായിരുന്നു. ഓർഡർ ചെയ്ത സാധനങ്ങൾ ഞങ്ങൾ 2 പേരും കൂടിയാണ് കഴിച്ചത്. എന്നിട്ട് ഞങ്ങൾ നേരെ PVRലേക്ക് വിട്ടടിച്ചിട്ടുണ്ട് കേട്ടോ. 3:25 ഷോ ആയിരുന്നു. 3 മണിയായപ്പോഴേ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടുത്തെ പുൽക്കൂടും ക്രിസ്മസ് ട്രീ ഒക്കെ കണ്ടു. അവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ട്രെയിനിൽ ഇങ്ങോട്ട് വന്ന സമയത്ത് കേട്ടോ ഈ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ സ്ക്രീനിൻ്റെ ഫ്രണ്ടിൽ എത്തിയപ്പോഴാണ് ഇന്നാണ് റിലീസ് ഡേ എന്ന് അറിയുന്നത് തന്നെ. തണുപ്പ് ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് ഇൻ്റർവൽ ടൈമിൽ പുറത്തോട്ട് ഇറങ്ങിയത് കേട്ടോ. പിന്നെ ഇറങ്ങിയതല്ലേന്ന് വിചാരിച്ചിട്ട് പിന്നെ ഒരു ഹോട്ട് ഡോഗ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സൂപ്പർ സിനിമയാണ് കേട്ടോ. എനിക്ക് ഈ വയലൻസ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഈ വർഷം കണ്ടതിനകത്തിൽ ഏറ്റവും നല്ല മൂവിയാണ്. അവിടുന്ന് പിന്നെ നേരെ ഇറങ്ങി ഒരു ഓട്ടോ ഒക്കെ പിടിച്ച് വൈറ്റ് ടൗണിലേക്കാണ് പോയത്. ഇവിടെ സൈഡിലെങ്ങാനും പാവുഭാജി കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സിനിമ കണ്ടവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇവിടെ ആണെങ്കിൽ കുറച്ച് ക്രിസ്മസ് പപ്പയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് ഞാൻ പിന്നെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഒത്തിരി പേരുണ്ടായിരുന്നു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. 2 ചർച്ച് അടുത്തടുത്തുണ്ടായിരുന്നു. പുൽക്കൂടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഉണ്ണിയേശുവിൻ്റെ മുഖമൊക്കെ കാണാൻ തന്നെ നല്ല ഐശ്വര്യമായിരുന്നു കേട്ടോ. ഈ 2 ചർച്ചിലാണെങ്കിലും ഉണ്ണിയേശുവിൻ്റെ മുഖം നല്ല ഐശ്വര്യമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ആ വീഡിയോസൊക്കെ എടുത്തു. ഇവിടെ ആണെങ്കിൽ നല്ല തിരക്കുണ്ടായിരുന്നു. ഇങ്ങനെ നല്ല ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടേക്കുന്നതുകൊണ്ട് തന്നെ ഒത്തിരി പേര് ഫോട്ടോ എടുക്കാൻ വേണ്ടി തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. തിരിച്ച് പോകേണ്ടത് 7:45 വണ്ടിക്ക് ആയതുകൊണ്ട് തന്നെ അധികം അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റിയില്ല. ബീച്ചിൻ്റെ സൈഡിലൊക്കെ പോവുകയാണെങ്കിൽ നല്ല രസമൊക്കെ ആയിരിക്കും എന്ന് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത ഷോട്ട്സിൽ കാണാവേ.